4.5 ലക്ഷം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഏഷ്യയിൽ ഏറ്റവും ചെറിയ, അതും പരിമിതികൾ മാത്രമുള്ള രാജ്യം, അതാണ് മാൽഡീവ്സ്. ആ രാജ്യത്തിന് കഴിഞ്ഞ 4 വർഷമായിട്ട് ലോകത്തെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അഥവാ കൂടുതൽ സഞ്ചാരികളെ ആകർഷിച്ച രാജ്യമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ദേ നോ ഹൗ ടു എക്സ്പോസ്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ ചില കടകൾ എല്ലാ സാധനവും ഉണ്ടാവും, പക്ഷെ ആർക്കും അറിയില്ല. ചില കടകളിൽ എല്ലാ സാധനവും ഉണ്ടാവും, പക്ഷെ പെരുന്തിരക്കാറ്. അവർക്ക് മാർക്കറ്റിംഗ് നന്നായിട്ട് അറിയാം. ഇതും അതേപോലെ തന്നെ ഗവൺമെന്റുകൾ എന്ത് ചെയ്യണം? നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം. വേൾഡ് കപ്പിനാണ് ചങ്ങന്മാരെ വിസിറ്റ് റുവാണ്ട എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കയിലെ പട്ടിണി കിടക്കുന്ന രാജ്യം പരസ്യം കൊടുത്തത്. മാൽഡീവ്സുകാർ 1970 അവർക്ക് ആദ്യമായിട്ട് ഒരു ടൂറിസ്റ്റ് വന്നു, ഒറ്റ ടൂറിസ്റ്റ് 1970. അവർ പ്ലാൻ ചെയ്തു, കൂടുതൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ആൾക്കാരെ വിദേശ പിന്നെ വലിയ വലിയ കമ്പനികളെ ക്ഷണിച്ചു, അവരൊക്കെ ഓരോ ദ്വീപുകൾ ടൂറിസ്റ്റ് സെന്റേഴ്സ് ആക്കി മാറ്റി. ഇപ്പൊ അവർക്ക് അന്ന് പ്ലാൻ ചെയ്ത് 1970 പ്ലാൻ ചെയ്തതിന്റെ ഫലം കിട്ടുന്നത് 50 കൊല്ലത്തിന് ശേഷം. ആ പ്ലാൻ ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഗവൺമെന്റ് സർവീസ് റിട്ടയർ ആയിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ഫലം അവരുടെ മുൻ തലമുറ, ഇപ്പോഴത്തെ തലമുറ അനുഭവിക്കുകയാണ്. ടൂറിസം ഇമ്പ്രൂവ് ആയി, ഒന്നുമില്ല അവിടെ, നത്തിങ്. ഒരു കടലുമായി ബന്ധപ്പെട്ട സീ സ്പോർട്സ് അല്ലെ, വാട്ടർ ആക്ടിവിറ്റീസ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം? ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യമാണ് മാൽഡീവ്സ്. ചെറിയ പൈസ മതി നിങ്ങൾക്ക് ഒരാൾക്ക് ജസ്റ്റ് അവിടെ നിന്ന് പോയി വരാൻ. മാക്സിമം ഒരു കപ്പിളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 60,000-70,000 കയ്യിലുണ്ടെങ്കിൽ 2-3 ദിവസം നിന്ന് അവിടെയൊക്കെ കറങ്ങി കുറെ വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ അടിച്ച് തിരിച്ചു വരാം. ഓക്കെ.